ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്ഞാനത്തിൻ്റെ പ്രകാശഗോപുരമായി ഒരു മഹാഗുരു ആശ്രമത്തിൽ വാണിരുന്നു. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ അഭയം തേടി ശിഷ്യനാവുക എന്ന ഒരൊറ്റ ലക്ഷ്യവുമായി ഒരു യുവാവ് ദൂരദേശത്തു നിന്നും കാൽനടയായി ആ പുണ്യഭൂമിയിലെത്തി. ആശ്രമ കവാടത്തിൽ വെച്ച് അവൻ തൻ്റെ ആഗമന ഉദ്ദേശം കാവൽക്കാരനെ അറിയിച്ചു. ഗൗരവക്കാരനായ കാവൽക്കാരൻ അവനെ അടിമുടി നോക്കി പറഞ്ഞു, ഗുരുവിനെ കാണണമെങ്കിൽ അങ്ങ് ദൂരെ കാണുന്ന ആ ദുർഘടമായ പർവ്വതം കയറി ഇറങ്ങി വരണം. ആ യുവാവ് മറുത്തൊന്നും പറഞ്ഞില്ല. പാറക്കെട്ടുകൾ നിറഞ്ഞ ആ മലമുകളിലേക്ക് അവൻ കയറി തുടങ്ങി. ആ പാറക്കെട്ടുകളെ കീഴടക്കി തളർന്ന് അവശനായി തിരിച്ചെത്തിയ അവനോട് കാവൽക്കാരൻ അടുത്ത പരീക്ഷണം നിർദ്ദേശിച്ചു. ഗുരുവിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ മുതലകൾ നിറഞ്ഞ ആ തടാകം നീന്തി കടക്കണം. ജീവൻ ആപത്താണെന്നറിഞ്ഞിട്ടും തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ അവൻ തയ്യാറായില്ല. ആ തടാകവും നീന്തിക്കടന്ന് അവൻ വീണ്ടും കാവൽക്കാരന് മുന്നിലെത്തി. ഗുരുവിനെ കാണണമെന്ന് തൻ്റെ ആഗ്രഹം ആവർത്തിച്ചു. അവസാനമായി കാവൽക്കാരൻ പറഞ്ഞു, ഗുരുവിനോട് സംസാരിക്കുവാനുള്ള യോഗ്യത നിനക്കുണ്ടോ എന്നറിയട്ടെ. അതാ ആ കാണുന്ന അഗ്നികുണ്ഡത്തിലൂടെ നീ നടക്കണം. ആളിക്കത്തുന്ന ആ അഗ്നിനാളങ്ങളെ വകവയ്ക്കാതെ ഉള്ളിലെ ആഗ്രഹമാകുന്ന അഗ്നിയെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് അവൻ ആ അഗ്നികുണ്ഡവും തരണം ചെയ്തു. അത്ഭുതത്തോടെ നോക്കി നിന്ന കാവൽക്കാരൻ നിറഞ്ഞ ആദരവോടെ ആശ്രമത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ആഗ്രഹത്തെ ഉള്ളിൽ അഗ്നിയായി കൊണ്ടു നടക്കുന്ന ഒരാളെയും തടഞ്ഞു നിർത്താൻ ആർക്കും സാധ്യമല്ല. നിനക്ക് ആശ്രമത്തിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം അചഞ്ചലമായ ആഗ്രഹവുമായി ആശ്രമത്തിലെത്തിയ ആ യുവാവ് തന്നെ ആ ആശ്രമത്തിന്റെ ശ്രേഷ്ഠനായി മാറി. തീക്ഷ്ണമായ ആഗ്രഹങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ ജീവിത വിജയം നേടാനാകൂ. കഠിനാധ്വാനത്തിലൂടെയും ഉള്ളിൽ കെടാതെ സൂക്ഷിക്കുന്ന അഗ്നി പോലുള്ള ആഗ്രഹങ്ങളിലൂടെയുമാണ് ഏതൊരാൾക്കും ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഈ തീക്ഷ്ണത ആവശ്യമാണ്. ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് താല്പര്യമുണ്ടാകാം, പക്ഷേ അതിനുള്ള തീക്ഷ്ണത പലപ്പോഴും വളരെ കുറവായിരിക്കും. നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഇതേ തീക്ഷ്ണത കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് എബ്രായർ 6:11 പറയുന്നു. ജീവിതത്തിൽ ആഗ്രഹങ്ങൾ മാത്രം പോരാ, അത് നേടിയെടുക്കുവാനുള്ള അടങ്ങാത്ത ഉത്സാഹവും ആവശ്യമാണ്. ചെറിയ പ്രതിസന്ധികളിൽ പോലും പതറി ആത്മീയ കാര്യങ്ങളിൽ നിന്ന് പിന്മാറുന്നതിന് കാരണം ഈ തീക്ഷ്ണത ഇല്ലാത്തതുകൊണ്ടാണ്. ജീവിതത്തിലെ കാര്യങ്ങൾ സുഗമമായി നടക്കുമ്പോൾ മാത്രം ഉണ്ടാകേണ്ട ഒന്നല്ല ആത്മീയ തീക്ഷ്ണത. ഏത് പ്രതിസന്ധിയിലും ആ സ്ഥിരമായ ഉത്സാഹം മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. എന്നും ജീവിതത്തിൽ ആ തീക്ഷ്ണതയോടെ ദൈവത്തെ സമീപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും നിന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. എന്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും നിന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. അങ്ങേ സ്നേഹത്തോട് ഉപമിക്കുവാൻ ഇല്ല യാതൊന്നുമില്ല പ്രിയനേ. ഈ സ്നേഹബന്ധത്തെ അകറ്റാൻ എല്ലാവർക്കും സാധ്യമല്ല. അങ്ങേ കൃപ മതി തറയിൽ നിലനിന്നിടാൻ, അതു ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലെന്നും നിലനിർത്തണേ. അങ്ങേ കൃപ മതി തറയിൽ നിലനിന്നിടാൻ, അതു ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന